മദ്യനിർമ്മാണ കമ്പനി ആരംഭിക്കുന്നത് അറിഞ്ഞില്ല എന്ന എലപ്പുള്ളി പഞ്ചായത്തിന്റെ വാദം പൊളിയുന്നു. കേസ് IDC എലപ്പുള്ളി പഞ്ചായത്ത് സെക്രട്ടറിയെ ഓൺലൈൻ യോഗത്തിന് വിളിച്ചതിന്റെ കത്ത് പുറത്ത്. അതേസമയം ഒയാസിസ് കമ്പനിക്ക് പഞ്ചാബിലും ഹരിയാനയിലും മധ്യപ്രദേശിലും മദ്യനിർമ്മാണ കമ്പനി ആരംഭിക്കാൻ അനുമതി നൽകിയത് കോൺഗ്രസ് ആണെന്ന് മന്ത്രി MP രാജേഷ് ആരോപിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രി രാജേഷും കമ്പനിയുമായി ചർച്ച നടത്തിയോ എന്ന് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി വരുന്നതിനെ കുറിച്ച് തങ്ങൾ യാതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ആദ്യം മുതൽക്കേ പറഞ്ഞിരുന്നത്. എന്നാൽ 2024 ഫെബ്രുവരി 26-ന് KSIDC മദ്യനിർമ്മാണ കമ്പനി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്തായി. എലപ്പുള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ഓൺലൈനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത്. മദ്യക്കമ്പനിക്ക് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് ഒരു എതിർപ്പും ഇല്ലെന്നും ജനങ്ങളിൽ നിന്നും പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും അസിസ്റ്റന്റ് സെക്രട്ടറി യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മദ്യക്കമ്പനിക്ക് കുഴൽക്കിണറിൽ നിന്നും ഒരു തുള്ളി വെള്ളം എടുക്കില്ല എന്നും മലമ്പുഴ വെള്ളവും മഴവെള്ളവും മാത്രമാണ് ഉപയോഗിക്കുക എന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. കൂടാതെ പഞ്ചാബിലും ഹരിയാനയിലും മധ്യപ്രദേശിലും ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ കോൺഗ്രസ് സർക്കാരുകളാണ് അനുമതി നൽകിയത് എന്നും രാജേഷ് പറഞ്ഞു. ആവശ്യമായ വെള്ളം മലമ്പുഴയിൽ നിന്നും ഒപ്പം റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെ മഴവെള്ള കൊയ്ത്തിലൂടെയും ആയിരിക്കും സംഭരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടാണ് അനുമതി കൊടുത്തിട്ടുള്ളത്. മധ്യപ്രദേശിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഒയാസിസിന് പ്രവർത്തനം ആരംഭിക്കാൻ അനുമതി കൊടുക്കുന്നത്. പ്രധാന പ്ലാന്റ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ ലൈസൻസ് ലഭിക്കുന്നത് 2000-ലാണ്, 25 കൊല്ലം മുമ്പ് ഒയാസിസിന്. അന്ന് മുഖ്യമന്ത്രിയുടെ പേര് ദിഗ്വിജയ് സിംഗ് എന്നാണ്, കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ വേണമെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ശ്രീ VD സതീശന് ദിഗ്വിജയ് സിംഗിനോട് ചോദിക്കാം എത്ര കിട്ടി എന്ന്. അതിനിടെ എലപ്പുള്ളി സന്ദർശിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒയാസിസ് കമ്പനിക്ക് സർക്കാർ ആദ്യം അനുമതി നിഷേധിച്ചുവെന്നും പിന്നീട് മുഖ്യമന്ത്രിയും മന്ത്രി രാജേഷും കമ്പനി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അനുമതി നൽകിയത് എന്നും ആരോപിച്ചു. ഇപ്പോൾ വളരെ ശാസ്ത്രീയമായി ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചർച്ച നടത്തി അവരുമായി മന്ത്രിയും ബന്ധപ്പെട്ടവരും ചർച്ച നടത്തിയ ശേഷമാണ് ആദ്യം അവരുടെ അപേക്ഷ നിരസിക്കുന്നു, രണ്ടാമത് വീണ്ടും അപേക്ഷ കൊടുക്കുന്നു. രണ്ടാമത് കൊടുത്ത എന്തിനാണ്? മദ്യനയത്തിൽ മാറ്റം വരുത്താനുള്ള സാവകാശത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ മദ്യനയത്തിൽ സാവകാശം വരുത്തി ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇവിടെ ബ്രൂവറി, ഡിസ്റ്ററി, അതുപോലെ തന്നെ ബോട്ടിലിംഗ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ബോട്ടിലിംഗ് പ്ലാന്റ്, ബിയർ, വൈന്, എത്തനോൾ, ഇത്രയും സ്ഥാപനങ്ങൾ, ഇത്രയും യൂണിറ്റുകൾ ഇവിടെ ആരംഭിക്കാനുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിയമസഭയിൽ നിന്നും മന്ത്രി രാജേഷ് ഒളിച്ചോടിയെന്നും താൻ എഴുതി കൊടുത്ത ചോദ്യത്തിന് മറുപടി പോലും പറഞ്ഞില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനം, പാലക്കാട്.